ഇപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മയുടെ 9 വയസ്സ് മുതൽ ആ കുടുംബത്തോടു കൂടി ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ അദ്ദേഹം ആദ്യം ചെന്നൈയിൽ വാടകയ്ക്ക് വന്ന് താമസിച്ചു. അങ്ങനത്തെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടോ? ഓ പല പ്രാവശ്യം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് വേറെ വീട്ടിലൊന്നും പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറുടെ വീട്ടിൽ പോകും, പിന്നെ ഇവിടെ മാത്രമേ വരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രിയിലെ ചിലപ്പോൾ കൊണ്ടുപോയപ്പോൾ ആ നേരം ഇവിടെ വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവാറില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ചോറ് കൊണ്ടിട്ട് എൻ്റെ മലയാളി ചമയിൽ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്, മലയാള രീതിയിലുള്ള ഇതെല്ലാം. അത് കഴിഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പം ഫുൾ AC ഒക്കെ ഇട്ട് കാലൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് 2 സൈഡിൽ നിന്ന് കാലമാക്കി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഡെയിലി ബീച്ചിൽ പോവുക, അവിടുത്തെ കടല തിന്നുക, ഇതെല്ലാം. ഒരു 5 വർഷം നമ്മൾ ലാസ്റ്റ് ഒരു അദ്ദേഹത്തിൻ്റെ 5 ഇയേഴ്സ് ഡെയിലി 2 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ ഞങ്ങൾ തിരിച്ചിവിടെ വരണത് 7 മണിക്കാണ്. ഒരു 5 മണിക്കൂർ ഞങ്ങളുടെ ഗുരുജിക്ക് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പല സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ അവർക്കും വന്ന് ചെയ്യാം എല്ലാവർക്കും. പക്ഷെ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ എന്തോ ഞങ്ങൾ എല്ലാവർക്കും അവനവൻ്റെ ഗുരുവിന് വേണ്ടി വന്ന് ചെയ്യാം. അപ്പം അവിടെ ഇന്ന് ആരും വന്നിട്ടില്ല. ഇപ്പം ചില ദിവസം ഞങ്ങൾ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ വേറെ ആരും വരുന്നില്ല. അല്ല, ഒരു ദിവസം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഞാനൊരു നോട്ടം നോക്കിയാൽ തന്നെ അറിയാം നാളേക്ക് വരമാട്ടില്ല, ഞാൻ എനിക്കത് പോറേ പറയും. അതെ, അപ്പൊ വേറൊരു ശിഷ്യരെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചാലും അവർക്ക് ചിലപ്പോൾ സൗകര്യപ്പെടണമെന്നില്ല. ഞങ്ങൾ പക്ഷേ നമുക്ക് എന്താ ആവശ്യങ്ങളുണ്ടല്ലോ അതിനൊന്ന് ഗുരുവിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളത്. കാരണം എന്തെന്ന് വെച്ചാൽ അതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് വളരെ ഒരു 10-24 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അന്ന് എല്ലാവരും വിധി എഴുതി ഇനി ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് എല്ലാവരും. അന്ന് ഗുരുജി ഒരാൾ മാത്രമാണ്. അപ്പം ദൈവം പോലെ വന്നു, അവനൊന്നും ആവില്ല, ഞായർക്ക് ഒന്നും ആവില്ല. ഞാൻ അടുത്ത മാസം 1 മാസം പക്ഷെ ഹോസ്പിറ്റലിലിരിക്കും, വീട്ടിൽ വരുമ്പോഴേ ഞാൻ വരുള്ളൂ. അതുവരെ ഇവിടെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഗുരുവിനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്രയും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ശിഷ്യരുണ്ട്, പക്ഷെ അത്രയ്ക്ക് എൻ്റെ മകനാണെന്നാണ് പറയുന്നത്. 6 പേരെ കുട്ടികൾ കുഞ്ചിക്കുള്ളത്, അതിൽ 7ാമത്തെ മകനാന്ന് ഇപ്പോഴും പറയും. അപ്പം അങ്ങനെ രക്ഷിച്ചെടുത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് വലിയൊരു എപ്പിസോഡാണ്, അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത്രയധികം ഞങ്ങൾ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നു. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഒത്തിരി പല നിമിഷങ്ങളിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അപ്പോൾ ഫോൺ ചെയ്യും. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. പിന്നെ വാട്ട് ഈസ് ട്രൂത്ത് ഇൻ ലൈഫ് എന്നുള്ളത് ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മാറ്റി പറയാൻ പാടില്ല. അത് പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടത്, പക്ഷെ ഇത് ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഞാനത് സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് പൂർവ്വജന്മ പുണ്യ ഫലമായിട്ട് ഞാൻ കാണുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏതോ ഒരു ജന്മത്തിൽ ഒരുമിച്ചുള്ള യാത്രയിൽ നമ്മൾ ഈ ജന്മത്തിലും കണ്ടുമുട്ടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നു. ഈ 2 പേരും ശരിക്കും ഭയങ്കര ഇടയ്ക്കൊക്കെ ചളിയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഭയങ്കര രസമാണ്, ജോളി മൂഡാണ്. പക്ഷെ സാറ് പൊതുവിൽ അങ്ങനെ അല്ല എന്നാണ് തോന്നിക്കുന്നത്. പക്ഷെ ഉള്ളിലൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ട് അല്ലേ? ഓ അങ്ങനെയാണ്. അതായത് നല്ല കൂടിയ ചളിയൊക്കെ പറയും അല്ലേ ശിവാനി? എന്റെ ശിഷ്യന്മാർക്ക് ഇവിടെ ചെവറിലേക്ക് ഇടിക്കുന്നതാണോ ചളി കേട്ടിട്ട്? അപ്പൊ സാറ് സീരിയസ് അല്ല ആക്ച്വലി. എന്റെ അച്ഛൻ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് സ്റ്റുഡൻസ് ഒക്കെ അല്ല അവരോടൊക്കെ വളിപ്പ് പറയും. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ 2 പേരും ആ നേരം ഭയങ്കര സീരിയസ് സ്ട്രിക്റ്റ് ആണ്. അല്ല, മെയിനായിട്ട് എനിക്കിത് വരാൻ കാരണം എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രം മാറിവനസ് കോളേജിൽ 36 വർഷത്തിൽ കൂടുതൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ടിരുന്ന ഒരാളാണ്. പ്രൊഫസർ കല്യാണസുന്ദരം. ഒത്തിരി സ്റ്റുഡൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. മ്യൂസിക് പോലെ തന്നെയാണ് മാത്സും കുറച്ച് ഡ്രൈ ആണ്. നമ്മളത് സോൾഫുൾ ആയിട്ട് എടുത്തില്ലെങ്കിൽ ഡ്രൈ. അപ്പോൾ യൂസ് ടു ഇങ്ങനെ ഓരോ ചെറിയ ഇതുപോലത്തെ ജോക്സ് വേർഡ്സ് കൂടെ ചേർന്ന് പിള്ളേരെ ഒന്ന് ഇതാക്കാനായിട്ട് പറയുമായിരുന്നു. ഞാനും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് BSc. സോ അതിൻ്റേതാവാം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സംഗീതം ചേർത്ത് അതിൻ്റെ വേർഡ്സിൽ കൂടെ കിട്ടുന്ന കുറേ ജോക്സ് ഒക്കെ പറയുക എന്നുള്ള. പിന്നെ ഞങ്ങളുടെ ഗുരുജി ബാലമുരളി സാർ അതിൽ ഉസ്താദാണ്. വളരെ സോഫ്റ്റായിട്ട് വലിയ കാര്യങ്ങളൊക്കെ തത്വങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറയും. ചിരിക്കില്ല, പക്ഷെ നമ്മൾ ചിരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ. സൂപ്പർ സിംഗറിൽ പോകുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്തു. അത് മോശമായി. ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടും ശിവാംഗി 6th ടോപ്പ് 6 അതെ. ഇല്ലില്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞാണ്.
പിന്നെ രാവിലെ എണീറ്റ് ആഹാരം കഴിച്ചിട്ട് പോകണം, ഇതൊക്കെ ഞാൻ ഭയങ്കര പക്ഷെ അത് ഡീമോട്ടിവേഷൻ അല്ലേ? അതെ അതെ രാവിലെ അവിടെ വാൻ വെയിറ്റ് ചെയ്യാം. വാൻ ഞങ്ങളെല്ലാം സെറ്റിൽ കൂട്ടിക്കൊണ്ടുപോകാൻ കണ്ടസ്റ്റൻസിനല്ല. ആ വാൻ കേറാൻ പോകുമ്പോ നീല 4 റൗണ്ട് കൂടെ പോകില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കുട്ടി ഇറങ്ങി പോകുമ്പോ അതാണോ ഒരു പറയുന്നത്? കാര്യം ഞാൻ പറയാം രജീഷ, ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ ഒരു 7 എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേച്ചു ഒരു 8 ആകുമ്പോഴത്തേക്ക് ഒരു 7-8 ഇഡലിയും സാമ്പാറും അങ്ങ് കഴിക്കും ഞാൻ. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കഴിക്കാതെ പോണേ. അപ്പൊ അതൊക്കെ അസിഡിറ്റി ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നത്. അവിടെ പോയി നിറയെ ഫുഡ്, പക്ഷെ അപ്പോഴത്തേക്കും ലേറ്റ് ആവും, അപ്പൊ കഴിക്കാതെ പോകുന്നു. അതൊക്കെ എനിക്ക് പക്ഷെ കൊച്ചു പോകുമ്പോ പറയേണ്ടതാണ്. ദേഷ്യം കാരണം എന്റെ കന്നാക്കെന്ന് എല്ലാരും പറയും, പക്ഷെ അത് ഒട്ടും ഫലിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറയാൻ പോസിറ്റീവ് അതെ 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 അതെ. അതെങ്ങനെയാണ് അത് മോശമായി പോയി. അല്ലെ ശിവാംഗി, എന്നിട്ട് പോയിട്ട് അങ്ങനെ എത്തുമ്പോഴുണ്ടല്ലോ തിരിച്ചു കൊണ്ടുവന്ന് ട്രോഫി കൊടുക്കുമ്പോ നമുക്കൊരു ട്രോഫി ഞാൻ ഒന്ന് ടോപ്പ് 6 വരയ്ക്കേ പോയിട്ടുള്ളൂ. ഫൈനലിസ്റ്റ് ആയില്ല, സെമി ഫൈനലിൽ വന്നു. സെമി ഫൈനൽ വരയ്ക്കും. അല്ല ടോപ്പ് 6 പോകൂല, ഒന്നും എത്തില്ലെന്നല്ലേ പറഞ്ഞ, പക്ഷെ ടോപ്പ് 6 വരെ എത്തിയില്ലേ? നല്ല പേര് അപ്പൊ പഠിച്ചിരുന്നെങ്കിലോ? പിന്നെ കുക്കുവിത്ത് കുമളില് പൊക്കോളൂ. സംഗീതം മാത്രം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യാറ്, ആ നേരത്ത് അവിടെ കറക്റ്റായിട്ട് വരണം. പക്ഷേ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കുക്കുവിത്ത് കോമാളിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നോക്കൂ സ്റ്റാർഡം എത്രത്തോളം വളർന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എത്തുന്നത് എവിടെയാന്ന് ചോദിച്ചാല് ഈ ലെവലിൽ എത്തിയത് കുക്കുവിത്ത് കോമാളിയിൽ പോയിട്ട് ഈ ഒരു ഇന്നസെൻസ് കൊണ്ടല്ലേ, അല്ലേ? ആ ഇന്നസെൻസ് അത് വെരി നല്ല, ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് കുട്ടിക്ക്. ആരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലാവരുടെ ഒരു ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അവരുടെ എന്തെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അവൾ അവോയ്ഡ് ചെയ്തിട്ട് വരും, അതൊക്കെ കേൾക്കൂല. ജസ്റ്റ് കാരണം അങ്ങനെ പോലും നമ്മൾ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ച്. അതുപോലെ റിലീജിയൻ, കാസ്റ്റ്, കറുപ്പ് വെളുപ്പ് ഒന്നും അവൻ പറയണത് ഇഷ്ടമല്ല. എനിക്ക് ശിവാംഗിയാണ് ശരിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടി. നമ്മൾ രവീന്ദ്ര മാഷിനെ വിട്ടുപോയി. 3, 4 രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. മലരണി വനികയിലുണരുന്നു മദകരപിക കുലകളനാദം, മലരണി വനികയിലുണരുന്നു മദകരപിക കുലകളനാദം. തളിർത്തു മണ്ണും വിണ്ണും അഴകൊടു കനിപ്പൂ ചൂടി സ്വപ്നലതികൾ. രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. ആനം തനം തം താനം തം തം. അതിലെ രാഗം താനം സ്വരലയം, അതിനാലെ ഞങ്ങൾ പറഞ്ഞ, അതിനാലെ രാഗം എന്ന് പറയുമ്പം രാഗം ആനം തനം തം താനം തം ആനം തം താനം തം താനം തം താനം തം താനം തം താനം. സരി ധനി ധനി ഭനി പനി പമ പനി പമ പനി പമ നി പമ പമരി രി പമ പനി നി സരി നി സ പനി മാമ പമരി മ പമരി സ സ്വരലയ സാന്ദ്രമാം പല്ലവി. ഈ ഓണം എങ്ങനെ അടിപൊളിയാവട്ടെ. ഇത് ഓണത്തിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിരുന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ ഫീൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ നിങ്ങൾ നിർത്തരുതേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു. ഇപ്പോഴും കൂടി ഇത് നിർത്തരുതേ, നിങ്ങൾ ഇങ്ങനെ തുടർന്ന് പോണേ എന്ന്. കുറേ സമയം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും വലിയ സംഗീതജ്ഞനാവും. അല്ല, ദേവസഭാതലം പാടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണുമ്പോ സാപ്പാസയില് തുടങ്ങി, ഇപ്പൊ ദേവസഭാതലം വരെ പാടി രജനി. ശിഷ്യൻ. അതെ, ശിഷ്യനും അനുഗ്രഹം. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ സ്വരം പാടണം. അതെ, ഇത് മിമിക്രി അല്ല. ഞാൻ കാണിക്കുമ്പോൾ മിമിക്രി അല്ല, ഞാൻ കാണിച്ചത് മിമിക്രിയാണ്. അല്ലല്ല, എന്താണേലും പക്ഷെ താങ്ക്സ് ടു രജനീഷ്. പറഞ്ഞു തന്നെ ആവണം, വേറെ വഴിയില്ല. ഇത്രയും ഇതെല്ലാം വന്ന് ഞങ്ങൾക്ക് പാടാൻ ഇതുപോലൊരു അവസരം എല്ലാ ഇൻ്റർവ്യൂവിലും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ക്രൂ മെമ്പേഴ്സിനും രജനീഷിനും ഞങ്ങളുടെ എല്ലാം വക ഒരുപാട് താങ്ക്സ്. അതിന് നിങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലത് വരട്ടെ ജീവിതത്തിൽ. ഞങ്ങളുടെ അനുഗ്രഹം ആൻഡ് പ്രയേഴ്സ്
എല്ലാവർക്കും സംഗീതം, എല്ലാവരുടെ രക്തത്തിലും സംഗീതമുണ്ട്. ഉം. അത് ഇനിഷ്യേറ്റ് ചെയ്ത് അതെ, വന്നു കഴിഞ്ഞാൽ അത് ചെറിയ നിങ്ങൾ ചിട്ടപ്പെടുത്തി പഠിച്ചു വെച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ചിട്ടപ്പാടും പഠിത്തമൊന്നുമില്ല, നിങ്ങൾ പാടുന്നത് കേട്ട് ആസ്വദിക്കുന്നു. അല്ല, നമ്മൾ ഈ ശ്വസിക്കുന്നത് തന്നെ ഒരു താളമില്ലേ? അതെ അതെ അതെ, എല്ലാത്തിനും ഒരു സംഗീതമാണ്. ഈ ഒരു ലോകം കറങ്ങുന്നതും ഒരു താളത്തിലാണ്. എല്ലാം സംഗീതമാണ്. സർവം സംഗീതമയം. അതെ. അതാണ്. അപ്പോ അതല്ലേ മറ്റേ സംഗീതമേ എൻ ദൈവമേ നിന്മതിവാനം നേരം തേടി വന്നേ ഉന്നെ ഞാൻ കാണ സംഗീതമേ. ഇളയരാജ സാറിന്റെ എന്തൊരു പാട്ടാന്നറിയാവോ അത്? സംഗീതം ജീവചൈതന്യം. അതെ, അതല്ല ഒരു ഓണം വിഷും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം